ഹായ് ഹലോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അമ്മൂസനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ട്. രാവിലെ പുട്ടാണേ. അപ്പോൾ പുട്ടിന് കറിയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഒന്ന് ഇത് ഏതാ മുട്ട എന്നറിയോ? ഗിരിരാജൻ കോഴി ഇട്ട മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ 3 മുട്ടയും ഉള്ളിയൊക്കെ ഇട്ട് ഒരു മസാല തയ്യാറാക്കുന്നത് വെച്ചിട്ടോ. മസാലപ്പുട്ട് എന്താ പറയുക, പുട്ട് മാവ് എന്നാണ് കേട്ടോ അവർ കുട്ടികൾ പറയില്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്നെടുക്കുമ്പോഴും എനിക്കന്ന് കേബേജ് ഉപ്പേരി ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ പുട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനത് തേങ്ങയും പുട്ടുപൊടി ഒരുമിച്ചിട്ടാണ് കേട്ടോ കുഴച്ചത്. നൈസ് പൊടിയായിരുന്നു. അപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല. അങ്ങനെയുണ്ട് തേങ്ങ തിരുമ്മിയിട്ട് അങ്ങനെയുണ്ട് കുഴച്ചെടുത്താണ്. അപ്പോൾ നമ്മുടെ പുട്ടുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അമ്മുനതാ പോകാനൊക്കെ പുറപ്പെടാനൊക്കെ തുടങ്ങി. അപ്പോൾ കുപ്പി 2 ദിവസം ലീവാകും കൊണ്ട് കുപ്പിക്ക് 2 ദിവസം ലീവാകും കൊണ്ട് 3-ാമത്തെ ദിവസം തുറന്നപ്പോൾ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെറും കടലാസും ഉപ്പും ഇട്ടിട്ടല്ല കേട്ടോ ഒന്ന് കഴുകണത്. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പ സോഡ, പിന്നെ ഇത്തിരി വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പും അപ്പസോഡ ഇട്ടിട്ട് ആ വിനാഗിരി ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പതയാണ് കേട്ടോ. നല്ല പതം അങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ കടലാസ് ഇടുന്നുണ്ട് കേട്ടോ. അതിൽ കടലാസ് ഇട്ടിട്ട് എപ്പോൾ കഴുകിയാലും നല്ല വൃത്തിയാവും കേട്ടോ. അത് ആ സ്മെല്ലും കൂടി ഉണ്ടാവും കൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ കൂടെ വിനാഗിരിയും അപ്പസോഡയും കൂടി ഇട്ടത്. അപ്പോൾ കടലാസ് ഇട്ട ശേഷം ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് കുലുക്കി വൃത്തിയാക്കുന്ന ആളൊക്കെ അമ്മുവാണ് കേട്ടോ. അമ്മുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ കുലുക്കി നല്ലോണം കഴുകി വൃത്തിയാക്കിയാൽ അതിലത്തെ ആ സ്മെല്ല്, ബേഡ് സ്മെല്ലൊക്കെ പോവും. ബേഡ് സ്മെല്ലൊന്നുമില്ല, നല്ലൊരു ഇതുണ്ടല്ലോ നമ്മൾ അടച്ച് വയ്ക്കുന്നതല്ല, അങ്ങനെ 2 ദിവസം തുറക്കാതെ അങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് വൃത്തിയായി കിട്ടും കേട്ടോ. കുപ്പി ക്ലീനാവുകയും ചെയ്യും. അപ്പോൾ അമ്മു ഇതാ ഇങ്ങനെ അടിപൊളിയായി കുലുക്കി ഇതാ അങ്ങനെ ആക്കിയപ്പോൾ കടലാസ്, വലിയ കടലാസാണ് ചുരുട്ടിക്കൂട്ടിട്ടായിരുന്നു. അത് കണ്ടില്ലേ, നൈസായിട്ടുണ്ട് പോകുന്നത്. നമ്മൾ മുറിച്ചിട്ടിടരുത് കേട്ടോ. മുറിച്ചിട്ടിട്ടാൽ അത് നമ്മൾ വിചാരിക്കണ പോലെ വൃത്തിയാവില്ല. അപ്പോൾ കുപ്പിയൊക്കെ വൃത്തിയായി, വെള്ളമൊക്കെ നിറച്ച് എല്ലാം റെഡിയാക്കി ഉപ്പേരി നിറച്ചു. അമ്മുവിൻ്റെ ബാഗൊക്കെ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മുവിന് കഴിക്കാനൊക്കെ കൊണ്ടെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പാലുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഗ്ലാസ്സാണേ. പിന്നെ അത് ബാഗിലൊക്കെ വെച്ചിരിക്കണ ഞാനാണ്. അപ്പോഴേക്കും അമ്മുദാ സ്വയം മേക്കപ്പൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ. തലയൊക്കെ ഞാൻ കെട്ടിക്കൊടുത്തു. അപ്പോൾ കണ്ണൊക്കെ അവൾ തന്നെ എഴുതാമെന്ന് പറഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ തന്നെയാണ്, ഇന്ന് ചേച്ചി ഒക്കെ റെഡി ആവണേ ഉള്ളൂ. അവളുടെ മുടി ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മുവിൻ്റെ. കാരണം അത് നീളം കൂടുതലാവും കൊണ്ടേ കെട്ടിറക്കാൻ ഭയങ്കര പാടാണ്. അവൾ സമ്മതിക്കില്ല അധികമൊന്നും. അപ്പം ഞാൻ ഒപ്പം വെച്ച് അങ്ങോട്ട് കയറ്റി മുറിച്ചെടുത്ത്. പെട്ടെന്ന് ഉണ്ടാവണുണ്ടല്ലോ. അപ്പോൾ അത് അവളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊരു പൊട്ടും കൂടി ആ പൊട്ടൊക്കെ വെച്ച് റെഡിയായി പോവാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയുണ്ട്. അവൾ മഴ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ. അപ്പം ഞാനും ഇനി അവളങ്ങനെ കൊണ്ടാക്കാൻ പോകും കേട്ടോ. അയ്യോ, ഞാൻ ഈ ഫിൽറ്റർ വെച്ചത് എന്തിനാണെന്നറിയോ? പക്ഷേ വിചാരിച്ച പോലെ വിജയിച്ചില്ല കേട്ടോ. അപ്പം ഞാനിതാ അവളെ കൊണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ തിരിച്ചു വന്നു, അനുവും പോയി. ഞാൻ അങ്ങനെ ചായ കുടിക്കാനൊക്കെ റെഡി ആവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ടി വി വയ്ക്കാൻ നോക്കുമ്പോഴാണ് ഫാൻ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. കുറേ ഇട്ട് ഞാനല്ല ഇവിടെ ഫാന് ക്ലീൻ ചെയ്യില്ല. ഞാൻ ആദ്യമൊക്കെ ക്ലീൻ ചെയ്തായിരുന്നേ. ഫുള്ളഴിക്കിട്ടോ. ഫുള്ളഴിച്ചിട്ട് ഒക്കെ കഴുകി വൃത്തിയാക്കി. പിന്നെ വെക്കാൻ ഇത്തിരി പണിയാണ്. 2-3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. പിന്നെയൊക്കെ കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അത് നമുക്കും ചെയ്യാൻ പറ്റണ തന്നെ ഉള്ളൂ കേട്ടോ. അത് വെക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ അതൊന്ന്. പിന്നെ അമ്മുവിൻ്റെ അനുവിൻ്റെ റൂമിൽ കണ്ട മുകളിൽ സീലിങ്ങിൽ എലി ഓട്ട തളച്ചിട്ടുണ്ട് കേട്ടോ. എലി ഭയങ്കര പണിയാണ്.
അതുകൊണ്ടില്ലേ. അപ്പോൾ എലിക്ക് എന്തെങ്കിലും മരുന്ന് വെക്കണം. എലി വിഷമൊന്നും വയ്ക്കാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മുടെ നാടൻ രീതിയിലുള്ള മരുന്നൊക്കെ വെച്ചിട്ട് വിജയിച്ചാൽ ഞാൻ വീഡിയോ ഇട്ട് വരാം കേട്ടോ. അപ്പോൾ അവരുടെ റൂമിലുണ്ടല്ലേ ഇത് കൊച്ചു ടി വി കാണുന്ന എല്ലാവർക്കും അറിയുണ്ടാവും ധാരാന്ന് മനസ്സിലായോ? സ്പോഞ്ച് ബോബാണ് കേട്ടോ. ഇത് അമ്മൂന് വരച്ച് തരണം പറഞ്ഞിട്ട് അനു വരച്ചു കൊടുത്തതാണ്. അപ്പോൾ അവരുടെ റൂമിലിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാമി ഫോട്ടോങ്ങൾ കേട്ടോ, ഒരുപാടൊന്നുമില്ല, പക്ഷേ ഉള്ളതൊക്കെ നല്ലപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പരിയാനംപറ്റമ്മേൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ അതാ ബുക്കൊക്കെ ഇങ്ങനെ ക്രമം തെറ്റിയൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒന്നിങ്ങനെ വൃത്തിയാക്കി വരണം. അവരൊക്കെ പോയി അങ്ങനെ മെല്ലെ അയൽമിക്കൊക്കെ ഇങ്ങനെ തിരിയും, ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ എൻ്റെ മെഷീൻ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ, മെഷീൻ കുറച്ച് ദിവസമായി ഞാനിതൊന്ന് എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു കവറിട്ട് ഇങ്ങനെ മൂടിയിരിക്കുകയായിരുന്നു ഫാനിൻ്റെ കാർബോർഡ് പെട്ടിങ് കൊണ്ട്. അപ്പോൾ കണ്ടില്ലേ പൂപ്പൽ പിടിച്ച പോലെ മഴ സമയത്ത് ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫുള്ളഴിച്ചിട്ട് ശരിയാക്കണക്ക്, അല്ലെങ്കിൽ അത് പറ്റ കേട് വരും. ആ ഭാഗത്തെ ചുമര് കണ്ടോ, അമ്മ ഇവിടെ ഇരുന്ന് കളിക്കുമ്പോൾ വരച്ചു കൂട്ടുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഓരോ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി വരിക. 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ്. അപ്പോൾ ഈ മെഷീൻ ഇപ്പോൾ 15 വർഷമായിട്ടോ. അനുവിൻ്റെ പ്രായമാണ്. ഇതുവരെയൊക്കെ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഇത് കേട് വന്നാലും ഞങ്ങൾ രണ്ടാളും തന്നെ ഇതാണ്ട് ശരിയാക്കലാണ്. അപ്പോൾ ടയർ ഇത് വാങ്ങിയത് കേട് വന്നപ്പോൾ പൊട്ടിപ്പോയപ്പോൾ ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇനിയുള്ളത് പറഞ്ഞാൽ കിച്ചണിൽ ഇതാ ഞാൻ എപ്പോഴും പറയണ മറ്റേ പേസ്റ്റിൻ്റെ കവറും കൊണ്ട് അന്ന് ഷെൽഫ് വൃത്തിയാക്കിയില്ലേ, അതുപോലെ ഞാൻ ഈ ഭാഗം ഒന്ന് ഇങ്ങോട്ട് ശരിയാക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അതൊക്കെ മെല്ലെ ഉള്ളൂ. ഇനി ഇതൊക്കെ ഈ എണ്ണേൻ്റെ തെറിച്ചിട്ടുള്ളതാണ് കേട്ടോ, പെയിൻ്റ് അടിച്ച് അധികമായിട്ടില്ല. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ചായ കുടിക്കാനിരിക്കുകയാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ചായ കുടി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഫുള്ള് ഡേ ഇൻ മൈ ലൈഫൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കുറച്ച് നേരമേ ഉള്ളൂ. കാരണം ഫുൾ ടൈം ഞാൻ പകുതി ടൈമും ഫോണിലാവും. പിന്നെ എനിക്കെന്ത് ഫുൾ ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കാനുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ മെല്ലെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചെടികളുടെ ഇടയ്ക്കിണ്ട് ഇറങ്ങിയിട്ട് നമ്മുടെ തക്കാളി ചെടിയൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട്. പൂവ് അധികം വരുന്നില്ല കേട്ടോ, വരുന്നേ ഉള്ളൂ. കാരണം എന്താ പറയുക, നല്ല മഴയൊക്കെ പെയ്തതിൽ പൂവൊക്കെ കൊഴിഞ്ഞു പോയതാണേ. ചെടിയൊക്കെ നല്ല ഉഷാറായി വന്നത് ശീമക്കൊന്നയിൽ നല്ലോണം ഇട്ടെടുത്തിട്ടാട്ടോ. അപ്പോൾ ഇലയ്ക്ക് കണ്ടില്ല, ഒരു കേടൊന്നുമില്ല, ഒരു പുഴുക്കേടോ ഇല ചുരുളല ഇതൊന്നുമില്ല കേട്ടോ. അടിപൊളിയാണ്. അപ്പം ഇതിൽ നല്ല കായ ഉണ്ടായി കിട്ടുകയുണ്ടോ. തക്കാളിക്കൊക്കെ എന്താ വില അല്ലേ. അപ്പം ഇതിലൊക്കെ നല്ല കായ പിടിപ്പിച്ചെടുക്കണം. ഇത് നമ്മുടെ സോയാബീൻ തന്നെ കേട്ടോ. അത് വേറെന്തോ അമരയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും നട്ടിട്ടുണ്ട്. ഇത് സോയാബീൻ തന്നെ. ഇത് ചെറുനാരകമാണോ ഓറഞ്ചാണോ 2 എണ്ണം ഉണ്ട് കേട്ടോ. അരിമുളക് കണ്ടില്ലേ, ഞാൻ ഉഷാറായി വരണം. വലിയ മരമായിരുന്നു കേട്ടോ, അതിനേക്കാട്ടിലും പോകുന്ന മരമായിരുന്നു. അതാണ് പൊട്ടി വീണത്. അത് വെച്ചിട്ടൊരു വലിയ വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ കരുതിയതായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. പിന്നെ ഇതാ കുമ്പളങ്ങയൊക്കെ വലയമുക്കൂടൊക്കെ ഇങ്ങനെ പടർന്നിട്ടുണ്ട്. കുമ്പളങ്ങ ചെടിയൊക്കെ കേട്ടോ. കുമ്പളങ്ങ ഉണ്ടാവാനൊന്നും തുടങ്ങിയിട്ടില്ല. ഉണ്ടാവണമൊക്കെ പുഴുക്കേടും കൊണ്ട് അങ്ങോട്ട് പോകും കേട്ടോ. ഇതൊന്നും അങ്ങനെ ഉണ്ടാവണില്ല. ഇല കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ വളർത്തണത്. വെണ്ടയ്ക്കൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. ഞാനിതിന് ഒരു മരുന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് കണ്ടില്ല, അടിപൊളിയായിട്ടാണ് വെണ്ടയ്ക്ക ചെടികളൊക്കെ വന്നിട്ടുള്ളത്. നിറയെ കായുണ്ട്. ഇത് കാശിത്തുമ്പ കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിത്തുകളും ചെടികളൊക്കെ തന്നെയാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വീട്ടിലെപ്പോഴെങ്കിലും വിരുന്ന് പോകുമ്പോൾ അവിടെ നിന്ന് വിത്തും തയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അത് അങ്ങനെയുള്ള ചെടികൾ തന്നെയുള്ളൂ കേട്ടോ അവിടെ. ഇത് മാങ്ങാനാറ്. ഇപ്രാവശ്യം മാങ്ങാനാറിൻ്റെ ഒരു പൂരം തന്നെ ഉണ്ട് കേട്ടോ, ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മുറ്റത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, കട്ടിയിലിങ്ങനെ ഇടുന്നത് ഈ ഇല, ഈ എന്താ പറയുക, പുല്ലില്ലേ, നമ്മൾ പറിക്കുമ്പോൾ ഈ പരന്ന് കിടക്കുന്ന പുല്ല് പറിക്കുമ്പോൾ മണ്ണൊക്കെ പോകുന്നു കുഴിഞ്ഞ് ആകെ മഴ ചെയ്ത് അളിപൊളിയായില്ലേ. അപ്പം അതിന് പകരം ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് മൂടി കല്ലൊക്കെ വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് അത് എടുക്കുമ്പോൾ ആ പുല്ലൊക്കെ അവിടെ കരിഞ്ഞു പോയിട്ടുണ്ടാവും.
അപ്പം ഞാൻ ഉള്ളിൽ കയറിയത് ആ മീനൊക്കെ ഉണ്ട് കേട്ടോ നേരാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മീൻ പണിയിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. വലിയ രസമുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണത് ഇപ്പോൾ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കേട്ടോ. അതെന്താ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത്.